ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദിസ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ വീഡിയോയിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചേനക്കറിയാണ് കാണിക്കുന്നത്. നമ്മൾ സാധാരണ ഉള്ളിയൊക്കെ വെച്ചിട്ടാണ് തീയൽ അധികവും ഉണ്ടാക്കാറുള്ളത്. എന്നാൽ ഇന്ന് നമ്മൾക്ക് ചേന വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തീയൽ ഉണ്ടാക്കാം. ചേന ഇഷ്ടമില്ലാത്തവർ വരെ കഴിച്ചു പോവും, അത്രയും ടേസ്റ്റാണ് ഈ കറിക്ക്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കറി മാത്രം മതി നമ്മൾക്ക് ചോറിനാനായിട്ട്, അത്രയും ടേസ്റ്റാണ് ഇതിന്. അപ്പം നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് എന്നുള്ളത്. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ വറവൊന്ന് റെഡിയാക്കിയെടുക്കണം. തേങ്ങ ആദ്യം വറുത്തെടുക്കാനുണ്ട് ഇതിനകത്ത്, അത് നമുക്ക് ആദ്യം തന്നെ ശരിയാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിൽ വേണം എപ്പോഴും നമ്മൾ നാടൻ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ശരിയാക്കാനായിട്ട്. അതിനകത്തേക്ക് ഇനി മല്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. മല്ലിപ്പൊടിയല്ല, മുഴുവനായിട്ടുള്ള മല്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് 1.5 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾക്കിത് ചെറിയ തീയിൽ വെച്ചിട്ട് വറുത്തെടുക്കണം. തീ ഒരുപാട് കൂട്ടി വെക്കരുത്, അപ്പം കറിയുടെ സ്വാദെല്ലാം മാറിപ്പോവും. അതുകൊണ്ട് ചെറിയ തീയിൽ തന്നെ വെച്ചിട്ട് ഇതേപോലെ മൂപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഇതാ മല്ലി ഇവിടെ കുറച്ച് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾക്ക് ഇതിനകത്തേക്ക് ഇനി 1/2 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് നേരം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ചെറിയ തീയിൽ തന്നെ വെച്ചാൽ മതി. ഉലുവ ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾക്ക് ഇനി ഇതിനകത്തേക്ക് എരിവിനാവശ്യമായിട്ടുള്ള വറ്റൽ മുളകാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി കളർ ഒരുപാട് വേണമെന്നുള്ളവരാണെങ്കിൽ കാശ്മീരി മുളകും കൂടെ മിക്സ് ആക്കിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പം ഇവിടെ വറ്റൽ മുളക് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്, കാശ്മീരി മുളക് ഇട്ട് കൊടുക്കുന്നില്ല. ഞാനിവിടെ ഏകദേശം 10 എണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുള്ളവരാണെങ്കിൽ കുറച്ചും കൂടെ കൂട്ടിയിട്ട് കൊടുക്കാം. 10 എണ്ണം ഇട്ട് കൊടുത്താൽ നല്ലപോലെ എരിവുണ്ടായിരിക്കും. ഇതെല്ലാം നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. മുളക് മൂക്കാൻ തുടങ്ങുമ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വീർത്ത് വരും. ആ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് തേങ്ങ ചിരവിയതാണ് ഇനി ഇട്ട് കൊടുക്കേണ്ടത്. തേങ്ങ ചിരവിയത് ഞാനിവിടെ 1 തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി തേങ്ങ കഷ്ണങ്ങൾ എടുക്കുന്നവരാണെങ്കിൽ അത് മിക്സിയിലൊന്ന് അടിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുക. അപ്പം അത് കറക്റ്റായിട്ട് മൂത്ത് വന്നോളും. ഇപ്പം ഞാനിവിടെ തേങ്ങ ചിരവിയതാണ് ഇട്ട് കൊടുക്കുന്നത്. 1 തേങ്ങ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ചെറിയ തീയിൽ തന്നെ വെച്ചിട്ട് നല്ല പോലെ ബ്രൗൺ കളർ ആകുന്ന വരെ വറുത്തെടുക്കണം. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ തേങ്ങ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും, കറിക്ക് തീരെ ടേസ്റ്റും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇത് ചെറിയ തീയിൽ തന്നെ വെച്ച് വറുത്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. രാവിലെയാണ് ഈ കറി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ രാത്രി തന്നെ ഇത് വറുത്ത് വെക്കാം. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്കും ഇത് ചൂടാറിയിട്ട് നമുക്ക് അരയ്ക്കാൻ പാകത്തിനായി കിട്ടും. തേങ്ങ കുറച്ചൊന്ന് വാടി വരുമ്പോൾ ഇതിനകത്തേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 10 ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നടുവൊന്ന് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾക്കിത് ചെറിയ തീയിൽ തന്നെ വെച്ചിട്ട് നല്ല പോലെ ബ്രൗൺ കളർ ആകുന്ന രീതിയിൽ വറുത്തെടുക്കാം. ഏകദേശം അരമണിക്കൂറെങ്കിലും എടുക്കും ഇത് നന്നായിട്ട് ബ്രൗൺ കളറായി വരാനായിട്ട്. തീയൽ ഉണ്ടാക്കാനായിട്ട് തേങ്ങ എടുക്കുമ്പോൾ എപ്പോഴും നല്ല പോലെ മൂത്ത തേങ്ങ വേണം എടുക്കാനായിട്ട്. അപ്പോഴാണ് പെട്ടെന്ന് തന്നെ വെള്ളം വറ്റി കിട്ടുക. ഇപ്പോൾ ഇതാ ഇതിവിടെ ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഏതാണ്ട് ആയി വരുന്നുണ്ട്. കുറച്ചും കൂടെ ഇത് ബ്രൗൺ കളർ ആകാനുണ്ട്. തീയലിൽ നമ്മൾ തേങ്ങ വറക്കുമ്പോൾ നല്ല പോലെ മൂപ്പ് വേണം. ഇപ്പോൾ ഇതായത് ഇവിടെ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ തേങ്ങയെല്ലാം നല്ല പോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു കളറിൽ വേണം ഇത് ഇരിക്കാനായിട്ട്. ഇനി നമ്മൾക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഇതേ പാത്രത്തിൽ തന്നെയാണ് വെക്കുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി അങ്ങനെ ഇളക്കി കൊടുക്കണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പാത്രത്തിൽ നിന്ന് ഇതൊന്ന് മാറ്റി വയ്ക്കാം. കാരണം ഈ പാത്രത്തിൽ തന്നെ ഇത് ഇളക്കാതിരുന്നു കഴിഞ്ഞാൽ അടിഭാഗം കരിഞ്ഞു പോകും. ഇനി നമുക്ക് ഇതിൻ്റെ പ്രധാന ചേരുവയായ ചേനയാണ് വേണ്ടത്. ചേന ഞാനിവിടെ 1/2 കിലോയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതേപോലെ നുറുക്കിയെടുക്കുക. ഞാനിതിവിടെ മൺചട്ടിയിലാണ് വെക്കുന്നത്. അതുകൊണ്ട് ഞാൻ ചേന വേവിക്കുന്നത് മൺചട്ടിയിലാണ്. ഇനി ഇത് പ്രഷർ കുക്കറിൽ വേവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. കുക്കറിൽ വേവിക്കുമ്പോൾ ചേനയെല്ലാം ഉടഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാനിതിവിടെ മൺചട്ടിയിൽ വെക്കുന്നത്. ചേന ഒരുപാട് വേവില്ലാത്ത ഒന്നാണ്. അതുകൊണ്ട് ഇത് മൺചട്ടിയിലായാലും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ്. ഞാനിവിടെ 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചേന ഏതാണ്ട് മുങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നാൽ മാത്രമാണ് ചേന വെന്ത് കിട്ടത്തുള്ളൂ. മൺചട്ടിയിൽ കറി വയ്ക്കുമ്പോൾ അടി പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് കുറച്ചധികം വെള്ളം വേണ്ടി വരും. എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വെള്ളം ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾക്കിത് നേരെ അടുപ്പത്തേക്ക് വെക്കാം. ഇപ്പോൾ ഇതാ ഞാനിവിടെ ചേന അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഞാനിതിവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട പുളി ഒന്ന് പിഴിഞ്ഞെടുക്കാം. അതിനായിട്ട് നാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുക്കുക. അതിനകത്തേക്ക് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് പിഴിഞ്ഞെടുക്കാൻ പറ്റും. പുളി പിഴിഞ്ഞത് നമ്മൾ ചേന വെന്തതിന് ശേഷം മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ചേന ശരിക്കും വെന്ത് കിട്ടത്തില്ല. ഇപ്പോൾ ഇതാ ഇതിവിടെ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനിതിവിടെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ചേനയെല്ലാം നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾക്ക് ഇതിനകത്തേക്ക് പുളി പിഴിഞ്ഞതും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പിന്നെ ചേന വെന്തുടയില്ല.
ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ തേങ്ങ അവിടെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലപോലെ ചൂടാറി വന്നിട്ടുണ്ടായിരിക്കും. ഈ തേങ്ങ വറക്കലാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു പണി. ഈ സമയത്ത് ഇതിനകത്തേക്ക് എരിവ് അധികമില്ലാത്ത 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ പുളിവെള്ളം ഒഴിച്ച കാരണം ചേന ഇനി വെന്തുടയില്ല. ഇത്രയും വേവുന്നതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പാകം. ഇനി നമുക്ക് തേങ്ങ നേരത്തെ വറുത്ത് വെച്ചത് നല്ല പോലെ അരച്ചെടുക്കാം. അതിനായിട്ട് മിക്സിയുടെ വലിയ ജാർ എടുക്കുന്നുണ്ട്. എന്നാലാണ് ഇതെല്ലാം കൂടെ കൊള്ളത്തുള്ളൂ. ഇനി ചെറിയ ജാറിൽ അരയ്ക്കണമെന്നുള്ളവരാണെങ്കിൽ 2 ട്രിപ്പായിട്ട് നിങ്ങൾക്ക് അരച്ചെടുക്കാം. ഇതിനകത്തേക്ക് നമ്മൾക്കിനി ഒരുപാട് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കേണ്ട. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആദ്യം നന്നായിട്ട് നരച്ചെടുക്കുക. എല്ലാം കൂടെ ഒരുമാതിരി അരഞ്ഞു വന്നതിന് ശേഷം കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പം ഇവിടെ ആദ്യം കുറച്ച് വെള്ളം മാത്രമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് അരയ്ക്കുന്ന സമയത്ത് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല പോലെ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം. അതാണ് ഈ കറിയുടെ ടേസ്റ്റ്. ഇപ്പോൾ ഇതാ ഞാനിവിടെ നന്നായിട്ട് ഇത് അരച്ച് വന്നിട്ടുണ്ട്. ഞാനിവിടെ അരയ്ക്കുന്ന സമയത്ത് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾക്കിത് കറിക്കകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ആവശ്യമാണെങ്കിൽ മിക്സിയിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങ നമ്മൾ വറുത്തിട്ടാണ് ഇത് അരയ്ക്കുന്നത്. എന്നാൽ പോലും ഈ തേങ്ങ അരച്ചതിന് ഒരു വേവുണ്ട്. അതുകൊണ്ട് കുറച്ച് നേരം കൂടെ ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വരണം. എണ്ണയൊക്കെ തെളിയുന്ന വരെ ഇതൊന്ന് തിളച്ച് വരണം. മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നല്ല പോലെ തിളച്ച് വരണം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് കൂടുതലോ കുറവോ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം. കാരണം ഒരുപാട് കുറുകിയിട്ട് വേണമെന്നുള്ളവരാണെങ്കിൽ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി കറിക്ക് കുറച്ചധികം ചാറ് വേണമെന്നുള്ളവരാണെങ്കിൽ വെള്ളം കുറച്ചും കൂടെ കൂടുതൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കറക്റ്റ് പാകമാണ്. ഇപ്പോൾ അതായത് ഇവിടെ തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾക്ക് ഇതിനകത്തേക്ക് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ശർക്കര പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ള ശർക്കര കല്ലില്ലാത്ത ടൈപ്പ് ശർക്കരയാണ്. അതുകൊണ്ട് നിങ്ങൾ എടുക്കുമ്പോൾ ശർക്കര ഉരുക്കിയതാണ് ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ 1 ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതിയായിരിക്കും. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മളുടെ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിനകത്തേക്ക് താളിച്ചിടാനാണ് ബാക്കിയുള്ളത്. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. ഇത് തണുക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുകി വരും. അപ്പോൾ നമ്മൾക്ക് കഴിക്കാനുള്ള കറക്റ്റ് പാകമായിരിക്കും. ഇനി ഇതിനകത്തേക്ക് താളിച്ചിടാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് വലിയ പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇത് പുറത്തോട്ട് തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വലിയ പാത്രം ഞാൻ എടുത്തത്. എണ്ണ നല്ലപോലെ ചൂടായിട്ട് വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വന്നതിന് ശേഷം മാത്രം ബാക്കി ചേരുവകൾ ഇട്ട് കൊടുക്കാം. ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഉണക്കമുളകാണ്. 4 or 5 എണ്ണം ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ കുറച്ച് ചെറിയ ഉള്ളി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ അരിഞ്ഞ ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ബ്രൗൺ കളർ ആകുന്ന വരെ വഴറ്റിയെടുക്കുക. ഇപ്പോൾ നമ്മൾ താളിക്കാൻ വെച്ചത് നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് നേരെ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. താളിച്ചത് നമ്മൾ കറിയിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ ഇളക്കരുത്. കുറച്ച് നേരം കറിയൊന്ന് അടച്ചു വെക്കണം. അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. അതേത് കറിയായാലും അങ്ങനെ ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. ഇപ്പോൾ ഞാനിവിടെ കറിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം ഇതൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ കറി അടച്ചു വെച്ചിട്ട് കുറച്ച് സമയമായിട്ടുണ്ട്. ഇനി നമുക്കിത് ഇളക്കി കൊടുക്കാം. കറക്റ്റ് പാകമായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. ഇതേപോലെ ആരെങ്കിലും ഉണ്ടാക്കാറുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ ചോറിൻ്റെ കൂടെ ഈ ഒരു കറി മാത്രം മതി നമ്മൾക്ക്. അത്രയും ടേസ്റ്റാണ് ഇതിന്. പപ്പടവും അച്ചാറുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ കറി ഒന്ന് കുറച്ച് തണുത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഒന്നും കൂടെ ഒന്ന് കുറുകിയിട്ടുണ്ട്. ഇതിരിക്കും തോറും കുറുകി വരും. അതുകൊണ്ട് ആദ്യമേ തന്നെ ഒരുപാട് കുറുക്കിയെടുക്കരുത്. അപ്പോൾ പിന്നെ ഭയങ്കര കട്ടിയായിട്ട് പോവും. ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല, ചപ്പാത്തിയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയൊക്കെയും നല്ല കറിയാണ്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഈ രീതിയിൽ കറി ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്